നമസ്കാരം. ഓടുന്ന വാഹനത്തിൽ നടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്നത് ആ വിധി പകർപ്പിലെ പേജുകളാണ്. 1711 പേജുകൾ. ഈ 1711 പേജുകളിൽ നീതി നടപ്പായോ എന്നത് കേരളം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ 1711 പേജിലെ ഏറ്റവും കൂടിയ ഭാഗം ആർക്ക് വേണ്ടിയാണ് നീക്കിവെച്ചത് എന്നുള്ള ചർച്ചയും വരികയാണ്. അതായത് 1711 പേജിൽ 300 പേജ് ഒരാളെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി മാത്രമാണ്. ദിലീപിനെ ന്യായം ചമയ്ക്കുന്ന കേസിൻ്റെ വിധിയുടെ പകർപ്പിൻ്റെ 300 പേജുകൾ. ആകെ 1711 പേജ്, 300 പേജ് ആ ഒരാൾക്ക് വേണ്ടി മാത്രം. അയാൾ ഗംഭീര കക്ഷിയാണ്, അയാൾ പാവത്താനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി കോടതി വിധിയിൽ 300 പേജുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കിയില്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നീതി ലഭ്യമാക്കിയില്ല എന്നാണ് അർത്ഥം. അതിജീവിതയ്ക്ക് സമൂഹത്തിന് നീതി ലഭ്യമാക്കിയില്ല, പൂർണ്ണമാ തോതിൽ നീതി ലഭിച്ചില്ല എന്നുള്ള വിചാരണ നമ്മുടെ ചുറ്റുപാട് നടക്കുകയാണ്. നീതി വിചാരണ ചെയ്യപ്പെടും, നീതി നടപ്പായോ എന്നത് വിചാരണ ചെയ്യപ്പെടും. നീതി നടപ്പാക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനങ്ങൾ അത് നിറവേറ്റിയോ എന്നതും വിചാരണ ചെയ്യപ്പെടും. ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ 2 പ്രധാന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത്, നീതി നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു കേന്ദ്രം സർക്കാരുകളാണ്, പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഫലവത്തായില്ല എന്ന് കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ ഈ വിധി തൃപ്തികരമല്ല എന്ന്, അനീതിയുടെ ലാഞ്ചനയുള്ള വിധിയാണ് എന്ന് സർക്കാരിൻ്റെ മുഖപത്രം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ദേശാഭിമാനി, CPIM-ൻ്റെ മുഖപത്രം, സർക്കാരിൻ്റെ അല്ല, CPIM-ൻ്റെ, സർക്കാരിന് നയിക്കുന്ന പാർട്ടിയുടെ മുഖപത്രം തന്നെ ഈ വിധിയോട് എന്താണ് സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. വിധി നീതിയോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ള കാര്യം ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യം, നീതിയുടെ വാതിൽ അടയുന്നില്ല എന്നുള്ളതാണ് തലക്കെട്ട്. സർക്കാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, നിയമവകുപ്പിൻ്റെ നേതൃത്വത്തിലൊക്കെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോഴും വിധി അത്ര തൃപ്തികരമല്ല എന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നത്. എന്തായാലും കേസിൽ സർക്കാർ അപ്പീൽ നൽകും എന്ന സർക്കാർ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് മുഖപ്രസംഗം. അപ്പീൽ നടപടികൾ ഉടൻ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കാം. ദിലീപിനെ വെറുതെ വിട്ടതോടെ തന്നെ ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ നീതി ലഭ്യമായിട്ടില്ല എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സാമാന്യ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുണ്ട്. ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയ കേസ് രാജ്യത്ത് തന്നെ ആദ്യമാണ്. സ്ത്രീ നീതിയുടെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും തുല്യതയുടെയും കാര്യത്തിൽ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന കർശനമായ ധീരമായ നിലപാടുകളും നടപടികളും കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സ്ത്രീകൾക്കെതിരായ ഏത് അതിക്രമത്തിലും സർക്കാർ ഇരകൾക്കൊപ്പമാണ്, അതിജീവിതമാർക്കൊപ്പമാണ് എന്നത് LDFൻ്റെ പ്രഖ്യാപിത നയമാണ്. ഏത് കേസിലും ഏതെല്ലാം വമ്പന്മാരും കൊമ്പന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം കയ്യാമും വെച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിക്കുമെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷമല്ല കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ കേസിൽ നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുക പോലും ഇല്ലായിരുന്നുവെന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നീതി ഉറപ്പാക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനുമാണ് ഈ കേസിലും എല്ലാ കേസിലും സർക്കാർ ശ്രമിക്കുന്നത്. ഈ കേസിൽ ഇനിയും ആ വഴിക്ക് മുന്നേറും എന്നാണ് ദേശാഭിമാനി വ്യക്തമാക്കുന്നത്. അതായത് സർക്കാർ അപ്പീലുമായി മുന്നോട്ടു പോകും, പൂർണ്ണ തോതിൽ നീതി നടപ്പായിട്ടില്ല എന്ന് സാമാന്യ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ള പ്രസ്താവന കൂടി ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിധിന്യായം പുറത്തു വരുമ്പോൾ കൂടുതൽ സംശയങ്ങൾ, ആളുകൾക്ക് കൂടുതൽ ആശങ്കകൾ, ആകുലതകൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ് 1711 പേജിലെ 300 പേജുകൾ സാക്ഷ്യപ്പെടുന്നത്. ഒപ്പം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഏറ്റവും മിനിമം ശിക്ഷ കൊടുത്ത സാഹചര്യവും ഈ കേസിൽ പൂർണ്ണ തോതിൽ നീതി നടപ്പാകുന്ന ഓരോ ഘട്ടത്തിലും കോടതിയുടെ സമീപനത്തിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു എന്ന ചർച്ചകളിലേക്കാണ് നയിക്കുന്നത്. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ പ്രായവും അവരുടെ ഭാവിയും ആശങ്കപ്പെടുത്തിയ കോടതി വിധിയിലെ വിശദാംശങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും നീറ്റലകറ്റണം നീതി എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഇന്ന് ഏറ്റവും പ്രസക്തമായ ഈ സാഹചര്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിലയിരുത്തി നിഗമനം അവതരിപ്പിക്കുന്നുണ്ട്. ആ മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കേൾക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രൂരമായ ബലാത്സംഗം എന്ന നിലയിൽ മാത്രമല്ല ഈ കേസ് പ്രസക്തമാകുന്നത്. കേരളം പോലെ സുരക്ഷിത ജീവിതം സാധ്യമായ നാട്ടിൽ നടന്ന കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നു അത്. അതിനിരയായത് പ്രശസ്ത
പ്രശസ്തയായ ഒരു താരവും. ഒരു പാവം പെൺകുട്ടിയുടെ നിസ്സഹായതയെ മുതലെടുക്കുകയായിരുന്നു അക്രമികൾ. അതിൻ്റെ പിന്നിൽ ആലോചിച്ചുറപ്പിച്ച ഗൂഢാലോചന ഉണ്ട് എന്നുകൂടി കേട്ടപ്പോൾ സത്യത്തിൽ കേരളത്തിൻ്റെ മനസാക്ഷി നടുങ്ങി. ലോകത്തിന് തന്നെ മാതൃകയായ നിലപാടാണ് ഈ വിഷയത്തിൽ കേരള ജനത എടുത്തത്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആശങ്കകൾക്കു മീതെ ആശ്വാസത്തിൻ്റെ ആകാശം തീർത്തു. ഒറ്റപ്പെടുത്താതെ കൈകോർത്ത് കൂടെ നിർത്തി. ഇരയല്ല, വേട്ടക്കാരാണ് സമൂഹത്തിന് മുന്നിൽ തല താഴ്ത്തേണ്ടത് എന്ന് അവൾ ബോധ്യപ്പെടുത്തി. ഒരു ജനത മുഴുവൻ ഒപ്പമുണ്ടെന്നൊരായിരം തവണ വിളിച്ചു പറഞ്ഞു. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സമരം തീർത്തു. ഒളിച്ചിരിക്കാൻ അനുവദിക്കാതെ തങ്ങൾക്കിടയിലേക്ക് അവളെ ആഘോഷമായി ആനയിച്ചു. ഇര എന്ന നിന്ദ്യ പദത്തിൻ്റെ വ്യാകരണക്കൂട് തകർത്ത് അതിജീവിത എന്ന നായികാ പദവിയിലേക്ക് അവളെ ഉയർത്തി. ഒരു നാടിൻ്റെ മുഴുവൻ പിന്തുണയിൽ അവൾ തന്നെ അപമാനിച്ചവർക്കെതിരെ നിയമ പോരാട്ടം തുടങ്ങി. സ്വന്തം പങ്കാളി കൂടി തോളോട് തോൾ ചേർന്നപ്പോൾ അവൾ തീയായി പടർന്നു. അതിൻ്റെ ഫലമാണ് 8 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ വന്ന വിധി. അതുകൊണ്ട് തന്നെ ഈ വിധിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവളെ വേദനിപ്പിച്ച ചിലരെങ്കിലും അഴിക്കുള്ളിലാണ്. മുറിവേറ്റ് നിശബ്ദരായി ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് ഇത് പ്രതീക്ഷയുടെ വെളിച്ചമാകും. കണ്ണീരു കാണിച്ചല്ല, കരുത്ത് കാണിച്ചാണ് നീതിദേവതയുടെ കണ്ണു തുറപ്പിക്കേണ്ടത് എന്ന് അവർ തിരിച്ചറിയണം. വേട്ടക്കാർക്കൊപ്പം നിന്ന് അട്ടഹസിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ പെൺകുട്ടിയുടെ പോരാട്ടം. പക്ഷേ പൂർണ്ണ നീതി അവൾക്ക് കിട്ടിയോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇല്ല എന്ന് പറയേണ്ടി വരും. പോരാട്ടം ഇവിടെ തീരുന്നില്ലെന്ന് പ്രോസിക്യൂഷനും അതിജീവിതയും പറയുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി കിട്ടാനുണ്ട്. എന്തായിരുന്നു ആക്രമികളുടെ ലക്ഷ്യം? ഇതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് സൂത്രധാരൻ? അത് എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? കോടതി മുറികളിൽ അപമാനിക്കപ്പെട്ടു എന്ന പെൺകുട്ടിയുടെ പരാതിക്ക് പരിഹാരമുണ്ടായോ? പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെല്ലാം കൈകാര്യം ചെയ്തു? അതിൻ്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി? കോടതിക്ക് ആവശ്യമായ തെളിവുകൾ എത്തിക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച വന്നോ? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. മേൽക്കോടതിയിൽ വിചാരണ തുടരുമ്പോൾ കൂടുതൽ ഉത്തരങ്ങൾ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത്. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കുറ്റകൃത്യം, ഇന്ത്യയിൽ തന്നെ അതിനു മുമ്പ് നടന്നിട്ടില്ലാത്ത വിധം പ്രത്യേകതയുള്ള ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസ്. ഈ കേസിൻ്റെ വിചാരണ കാലയളവിലും അതിൻ്റെ തുടർച്ചയായും കേരള പൊതുസമൂഹം അവൾക്കൊപ്പം ഒരുമിച്ച് അണിനിരന്നതിൻ്റെ അടയാളമാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചത്. സർവോപരി ഏറ്റവും ഒടുവിൽ അവൾക്ക് നീതി പൂർണ്ണതോതിൽ കിട്ടിയോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിൻ്റെ തുടർച്ച കൂടിയാണ് സമൂഹത്തിലുണ്ടാകുന്ന മറ്റ് പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രതിഷേധങ്ങൾ, അതിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് എതിരായ വികാരങ്ങൾ ഒക്കെ നമുക്ക് മുന്നിൽ കാണുകയാണ്. ഒരുപക്ഷെ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപിൻ്റെ അട്ടഹസിച്ചുകൊണ്ടുള്ള പുതിയ പ്രവർത്തനങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ മാനസിക നില കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം വരുന്ന വിധി മുഖ്യപ്രതികളായി തെളിവ് നിരത്തി കോടതി തന്നെ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് ഇത്ര വലിയ പരിഗണന എന്തുകൊണ്ട് കിട്ടി എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കി അത് കോടതിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടെ തെളിവുകൾ അലഭ്യമായ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു എന്നതിന് ശേഷം പ്രധാന പ്രതികൾ എന്ന് കോടതി തന്നെ കണ്ടെത്തിയ, കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് കിട്ടിയ ഇളവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവിടെ എന്താണ് നീതിയുടെ അടിസ്ഥാനം എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലേക്ക് തന്നെ വരികയാണ്. എല്ലാ വിധി പ്രസ്താവവും കഴിഞ്ഞ് വിചാരണ കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി പ്രസ്താവത്തിൻ്റെ 1711 പേജുകൾ വായിച്ചതിന് ശേഷം 300 പേജുകളിലെ ന്യായീകരണ വാദങ്ങൾ വായിച്ചതിന് ശേഷം ഉയരുന്ന ഒരു വിമർശനമുണ്ട്. അതിജീവിതയ്ക്ക് തൂക്കുകയർ കൊടുത്തില്ലല്ലോ എന്നുള്ള വിമർശനം. അത് വിചാരണ കോടതിയുടെ നീതി നടപ്പാക്കപ്പെടുമ്പോൾ വീഴ്ച പറ്റിയോ എന്നുള്ള ആത്മപരിശോധനയ്ക്കുള്ള തുടർ അവസരങ്ങൾക്കുള്ള വഴി തുറക്കുകയാണ്. അപ്പീൽ കോടതികളിലേക്ക് എത്തുമ്പോൾ ആ ചർച്ച വീണ്ടും തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിടെ വിധി ചോദ്യം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ സാധാരണ പൗരൻ്റെയും മാധ്യമങ്ങളുടെയും നേരെ വിരൽ ചൂണ്ടി ഭീഷണിയുടെ സ്വരത്തിൽ ശബ്ദിക്കുന്നവർക്ക് മുന്നിൽ എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഒന്ന് ഇന്ത്യൻ ഭരണഘടന വായിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.